എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴവും റവമാവും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വട എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു തൊലിയെല്ലാം മാറ്റിയ ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വട വേണമെങ്കിൽ നമുക്ക് 2 പഴം എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിൽ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനതാ ഇവിടെ പഴം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ വെച്ച് അടിക്കുമ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പഴ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതാ ഇവിടെ പഴം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വലിയ കപ്പിലാണ് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിനാവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 1/2 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെറിയ കളറിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് ഇത്തിരി നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സവാളയും 2 പച്ചമുളകും അരിഞ്ഞതാണ്. 1 സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളകും നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ റവ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കുറുക്കിയെടുക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ആ ഒരു റവ മാവ് നല്ലതുപോലെ വെന്ത് കിട്ടണം കേട്ടോ. നമ്മൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലതുപോലെ കുറുക്കിയെടുക്കണം. കൈ എടുക്കാതെ തന്നെ കുറുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ റവ മാവ് നല്ലതുപോലെ കട്ടി പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ കുറുകണം കേട്ടോ. നല്ല കട്ടിക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പരുവത്തിന് വേണം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ റവ മാവിന് പകരം ഗോതമ്പ് മാവ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ കുറുകി ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് ഉണ്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ തീ ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തണുക്കുമ്പോൾ ഇത്തിരി കൂടെ കട്ടിയാവും, നല്ലതുപോലെ കട്ടിയായി കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടാറി വരുന്നുണ്ട്. നല്ല ചൂടുണ്ട്, എങ്കിലും നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ ചൂടാറി കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ച് നല്ലതുപോലെ പരുവാക്കി എടുക്കണം. അപ്പോൾ ഈ മാവ് നല്ലതുപോലെ ചപ്പാത്തി പരുവത്തിലൊക്കെ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസാക്കി കയ്യിൽ വെച്ച് ഉരുട്ടിയ ശേഷം നമ്മൾ വടയൊക്കെ തയ്യാറാക്കുന്ന ഉഴുന്ന് വടയൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒന്ന് പരത്തിയ ശേഷം ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വടയ്ക്ക്. നമുക്ക് പെട്ടെന്നൊക്കെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ വട എല്ലാം ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഈ എണ്ണ പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഞാൻ ഏത് പലഹാരവും തയ്യാറാക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ഉപയോഗിച്ച എണ്ണ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതൊക്കെ പല അസുഖങ്ങളും വന്നുപെടും. അപ്പം നമ്മൾ കുറച്ച് എണ്ണയാണ് നമ്മൾ ഒഴിച്ച് ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എണ്ണ കളഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. നമ്മൾ ഉഴുന്ന് വടയൊക്കെ തയ്യാറാക്കുന്ന പോലെ അതേ ടേസ്റ്റി തന്നെ നമുക്ക് ഇതും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ വട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയെല്ലാം നല്ലതുപോലെ ഊറ്റിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നേന്ത്രപ്പഴവും റവമാവും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ കഴിക്കാനും നല്ല പുറം നല്ല ക്രിസ്പി അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള വടയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.